പുറത്ത് കോരിച്ചൊരിയുന്ന മഴയാട്ടോ, അകത്ത് തകർത്ത് സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സ്റ്റോൺസിലേക്ക് വരാം. അതിനു മുമ്പ് ഇവിടെയുള്ള പോളിസ്റ്ററിലുള്ള നല്ല അടിപൊളി കഫ്താൻസും ഷോർട്ട് ടോപ്സും ലോങ് ടോപ്സും എല്ലാം ഉണ്ട്. അതെല്ലാം നല്ല വെറൈറ്റീസ് ആയിരുന്നു കേട്ടോ. എവിടെയും കാണാത്ത തരത്തിലുള്ള വിത്ത് എംബ്രോയിഡറി. ഇതിൽ ഞാൻ സി ചേച്ചിക്ക് വേണ്ടി സെലക്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു. കുറച്ച് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ സ്റ്റോൺസിലേക്ക് കടന്നു. സി ചേച്ചിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഏതാ എടുക്കേണ്ടത് എന്നുള്ളത്. ഇനി ചേച്ചി കുറേ അത്യാവശ്യം പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. ഇതിലെ സ്റ്റോൺസിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല, പക്ഷേ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് വിശ്വാസമുണ്ട്, കുറച്ച് വിശ്വാസമില്ല. 50-50 എന്നുള്ള രീതിയിലാണ്. ഇത് പിരമിഡ്, ചിലത് സിട്രീൻ, പിന്നെ കാറ്റ്സൈ, ടൈഗർ ഐ, സഫയർ, റൂബി, അങ്ങനെയുള്ളതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ടെന്നല്ലാതെ അതിൽ കൂടുതലെല്ലാം പിന്നെ ഈ ചേച്ചി പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇത് കണ്ടോ, അവരതിനെ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരുന്നതാണ് അതിൻ്റെ ആ ഒരു ഷൈൻ. മൊബൈലിൻ്റെ ലൈറ്റിൽ വെച്ച് കാണുമ്പോൾ എന്തൊരു ബ്യൂട്ടിഫുള്ളാണെന്ന് അറിയാമോ. ആ ഒരു അകത്ത് കൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ വരുന്നത് അതുപോലെ തന്നെയാണ് അതിൽ നിന്ന് വരുന്ന എനർജി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ചിലത് നമ്മൾ പില്ലോൻ്റെ അടിയിൽ വെച്ചിട്ട് ഉറങ്ങാം, അപ്പോൾ അതിൻ്റെ എനർജി നമ്മളിലേക്ക് എത്തും എന്നും പറയുന്നുണ്ട്. ചിലത് നമുക്ക് നമ്മുടെ പേഴ്സിൽ വെക്കാം, ചിലത് നമുക്ക് മോതിരമായിട്ട് പണിയിപ്പിച്ച് കയ്യിൽ വെക്കാം, അങ്ങനെയൊക്കെ പല രീതിയിലും പറയുന്നുണ്ട്. അപ്പോൾ സി ചേച്ചി ഇവിടെ നല്ലോണം ഇരുന്നിങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് അദ്ദേഹം അവിടെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ളത്. അത് നോക്കി പേഴ്സ് സ്റ്റോൺ അനുസരിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. കൂടാതെ നമുക്ക് ചിലവരത് ബ്രേസ്ലെറ്റ് മാതിരി ഇടും, ചിലവർ ചെയിനായിട്ടിടും. ഇതൊന്നും താല്പര്യമില്ലാത്തവർക്ക് ജസ്റ്റ് കയ്യിൽ ഇങ്ങനെ പിടിക്കുക വരെ ചെയ്യാമെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ചേച്ചിയോട് പറഞ്ഞു, അത്യാവശ്യം നോളജ് ഉണ്ടല്ലോ, ഒന്ന് കുറച്ച് ഷെയർ ചെയ്താലോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി എന്ന് ചോദിച്ചു. അപ്പോൾ ആധികാരികമായിട്ട് പറയാനൊന്നും അറിയില്ല, എന്നാലും അത്യാവശ്യം കുറച്ച് അറിയാവുന്ന നോളജ് ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതൊന്ന് കേട്ട് നോക്കിയാലോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പറഞ്ഞു. ഇത് എത്ര പേർക്ക് ഉപകാരപ്പെടുന്നുള്ളത് എനിക്കറിയില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാണ് കേട്ടോ, അറിയാത്തവർ. और करने के लिए ये सिट्रीन जो है, ये आपने पिलो के पास रख रहे हैं, तो आप किसी का भी प्रॉब्लम नहीं रहेगा. Amethyst. This is for basic luck. Basic luck and to harmonize yourself. Next step. It's aventurine. That is also for being grounded. Okay. Spinel is a meditation stone basically. The spinel, in the long run, it will help you awaken your Kundalini powers. Okay. Next. This is Labradorite. That is again to get yourself grounded, better luck. Caroline. इसके बारे में मुझे पता नहीं, आप Caroline also is a good stone for the health and for the like a ground. अच्छा. So blessings from the divine. Exactly. This one. This is rose quartz. It will help you cleanse negative energies from within and help you build self-love. So when you have self-love, you start radiating self-love. This is citrine. It is for wealth. This again is Amethyst. Amethyst, the same thing. Exactly. We saw the rock form. Yes. This is basically for a bracelet. The properties are the same. These two are for Siji. It's for her birth star. Yes, that's a birthstone. Yeah. And that keeps her cool also. So If any problem is there, it will be gone. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ട്സിനായിട്ട് ഞാൻ സോവനീഴ്സ് വാങ്ങുന്നുണ്ടെന്ന്. ഇതാണ് ഞാൻ വാങ്ങിച്ചത്. എൻ്റെ ചെന്നൈയിലുള്ള ഒരു ബംഗാളി ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. തൊട്ടടുത്തുള്ള കടയിൽ കറണ്ട് പോയതായിരുന്നു, പക്ഷേ ലക്കിലി പെട്ടെന്ന് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് കയറി കുറച്ച് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ ഇങ്ങനെ ചുറ്റിയടിച്ച് നടന്ന് നോക്കുമ്പോൾ ഏത് കണ്ടാലും എടുക്കാൻ തോന്നുന്നു. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇങ്ങനത്തെ ചെറിയ ചെറിയ കുട്ടി കുട്ടി സാധനങ്ങളും എന്ത് കണ്ടാലും എടുക്കാനാണ് തോന്നുന്നത്. ഞങ്ങൾ 3 പേരും കൂടെ അതിൻ്റെ ഉള്ളിൽ പരതുമായിരുന്നു. ഇത് കണ്ടോ, ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്യുന്ന വുഡ് പീസസ് ആണ് ഇതെല്ലാം. ഞാൻ ഡൽഹിയിൽ നിന്നൊക്കെ വാങ്ങിച്ചത് 3 100 റുപ്പീസിനാണ്. ഇതവർ ഒരു പീസ് 100-നാണ് കൊടുക്കുന്നത്. പക്ഷേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ, വലുതും ചെറുതുമായി പല ഡിസൈൻസ്, ബോർഡേഴ്സ് എല്ലാം ഉണ്ട്. നല്ല നല്ല മോട്ടീവ്സാണ് ഇവിടെ ഉള്ളത്. മൂങ്ങ, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. നല്ല പേസ്ലി ഡിസൈൻസ്, മാംഗോ ഡിസൈൻസ്, ഹോൾസ് എല്ലാം. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ടിബറ്റൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഇത് നല്ല അടിപൊളിയാട്ടോ. ഇത് നല്ല മ്യൂസിക് സൗണ്ട്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കേട്ട് നോക്കിയാലോ. क्या बोल रहे थे, मशीन कट में दाम थोड़ा कम है, तो बोल रहे थे वो सब അങ്ങനെ കിട്ടിയ അവസരത്തിൽ എൻ്റെ ഉള്ളിലെ മ്യൂസീഷ്യനെ ഞാൻ അങ്ങോട്ട് പുറത്തൊക്കെ എടുത്തു കേട്ടോ. നല്ല അടിപൊളി സാധനം. 1400 റുപ്പീസ് സംതിങ്ങേ ഉള്ളൂ, പക്ഷേ വർത്ത് ഇറ്റ്, പറയാതിരിക്കാൻ വയ്യ. ഫോട്ടോ വെച്ച് ഓൾമോസ്റ്റ് സ്ലെപ്റ്റ് ഓഫ് ആയി കഴിഞ്ഞു. ഇനി ഞങ്ങൾ മടങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു ഊബറും കിട്ടിയില്ല, ഒരു ക്യാബും കിട്ടിയില്ല.
ഫൈനലി ഒരു ഓട്ടോ ചേട്ടൻ MG റോഡിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റില്ല, ഭയങ്കര മഴയും വെള്ളമൊക്കെയാണെന്ന് പറഞ്ഞിട്ട് എല്ലാ ക്യാബും ക്യാൻസലായി. ഫൈനലി ഇദ്ദേഹമുള്ളതുകൊണ്ട് നമ്മൾ നല്ല സുഖമായിട്ട് ഹോട്ടലിലേക്ക് എത്തിയിട്ടോ. പറഞ്ഞ പോലെ തന്നെ റോഡിലൊക്കെ ഭയങ്കര വെള്ളമായിരുന്നു. ഇത് കണ്ടോ, ഫ്രണ്ടിലെ കാറ് പോകുന്നത് ശരിക്കും ഒരു ബോട്ട് പോകുന്ന മാതിരി മുങ്ങി നല്ല ഫ്ലോയിൽ പോകുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ മുറുക്ക് പിടിച്ചിരിക്കുകയായിരുന്നു ഓട്ടോയിൽ. ഏത് നിമിഷം വേണമെങ്കിലും താഴേക്ക് വീഴാം എന്നുള്ള ഒരു ഭയം ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഇദ്ദേഹം നമ്മളെ സേഫായി അവിടെ എത്തിച്ചു. പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്, നല്ല വെള്ളമായിരുന്നു അവിടെയൊക്കെ. ഏകദേശം 9:30 ആയി ഞങ്ങൾ ഹോട്ടലിൽ തിരിച്ചെത്തുമ്പോൾ. പർച്ചേസ് എല്ലാം കഴിയാൻ ടൈം എടുത്തു. നേരെ ഹോട്ടലിലെത്തി ബുഫേക്ക് ഇരുന്നു. ബുഫേയിൽ നല്ല അടിപൊളി ഐറ്റംസ് ആയിരുന്നു. ചിക്കൻ സ്റ്റൂ, ചിക്കൻ ബട്ടർ മസാല, പിന്നെ വെള്ളയപ്പം, പൊറോട്ട, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. സൂപ്പ് കുടിച്ച് ഞാൻ എൻ്റെ തൊണ്ടയ്ക്ക് നല്ല ഒരു ആവി പിടിപ്പിച്ച പോലെയൊക്കെ ആയിരുന്നു. ലെക്ചറാണെങ്കിലും കൂടുതൽ നോളേജ് ആസ്ട്രോളജിയിലും പാമിസ്ട്രിയിലും സ്റ്റോൺസിനെ കുറിച്ചൊക്കെയാണ് വിനീത് ചേച്ചിക്ക്. അതുകൊണ്ട് ഞങ്ങൾക്കും ഇടയ്ക്കിടയ്ക്ക് നോളേജ് ഷെയർ ചെയ്ത് തരാറുണ്ട്. ഓട്ടോ വെച്ച് വിശേഷം ഇവിടെ തീരുന്നു. താങ്ക് യു ഫോർ